സാർ, ആപ്പിൾ ഇന്ത്യയിൽ ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നു എന്ന വാർത്തയെ ഇന്ത്യയുടെ വ്യാപാര രംഗം വളരെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴിതാ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യയിൽ ആപ്പിൾ ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിൽ തനിക്ക് ഇഷ്ടക്കേടുണ്ടെന്ന്. അത് ആപ്പിൾ സിഇഒ ടിം കുക്കിനെ വിളിച്ച് താൻ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ട്രംപ് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. വളരെ വിചിത്രമാണത്. ഒന്ന്, ഇന്ത്യയുടെ കാര്യം നോക്കാൻ അറിയാം. ആപ്പിൾ പോയി അവിടെ ഒരു നിർമ്മാണ യൂണിറ്റ് തുടങ്ങി അവരുടെ വ്യാപാര രംഗത്തെ മെച്ചപ്പെടുത്തേണ്ടതില്ല. രണ്ടാമത്തെ ഒരു കാര്യം, യുഎസിനെ മെച്ചപ്പെടുത്താനാണ് ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ശ്രമിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ ദിവസം യുഎഇയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ദോഹയിൽ വെച്ചാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ ആപ്പിൾ വീഴുമോ അല്ലെങ്കിൽ ടിം കുക്ക് വീഴുമോ എന്നുള്ളതാണ്. അല്ല, അതിനകത്ത് അങ്ങനത്തെ ഒരു പറച്ചിലിനകത്ത് ട്രംപ് ബലം പിടിച്ചാൽ ഈ ടിം കുക്കിന് അവരുടെ രാജ്യത്തിനെ പരിഗണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇയാൾ കാണിക്കുന്നത് ഈ ട്രംപ് വിവരദോഷിയാണോ വട്ടാണോ എന്താണ് പറയുന്നത് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ടിം കുക്ക് ഇന്ത്യയിൽ തുടങ്ങാം എന്ന് പറയുന്നത് തീരുമാനിച്ച നരേന്ദ്രമോദിയുടെ ചിറ്റപ്പന്റെ മോനായിട്ടല്ല. അത് മനസ്സിലാക്കണം. അവര് ചൈനയിൽ വ്യാപാര സ്ഥാപനം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ അകത്ത് അവർക്ക് ആ വ്യാപാര സ്ഥാപനം ലാഭത്തിലും എളുപ്പത്തിലും ഏറ്റവും കൂടുതൽ ലോകത്തിന് വിതരണം ചെയ്യാനുള്ള സംവിധാനത്തിലും നടക്കുന്നത് കൊണ്ട് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ചൈനയിൽ തുടങ്ങി നേരത്തെ. ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ അത്ര വലിപ്പത്തിലുള്ളതാണ്. ആ രാജ്യത്തിന്റെ സഹായം കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നതിന് ആ രാജ്യത്തിന് പറയാനുള്ളതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആപ്പിൾ എന്ന് പറയുന്ന ഇദ്ദേഹം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കാരണം താരിഫിന്റെ വിഷയം വരുന്നു. ട്രംപ് ഇരിക്കുന്ന കാലത്തോളം ചൈനയ്ക്ക് പഴയതുപോലെ ഇതുവരെയുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് പഴയതുപോലെ അല്ലെങ്കിൽ പോകാൻ ആ കമ്പനികൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് അതിനെക്കാട്ടും നല്ലതുപോലെ കമ്പനി ലാഭത്തിലും അല്ലെങ്കിൽ സപ്ലൈ ചെയിനും ഒക്കെ കൃത്യമാക്കി നടത്താൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ കഴിഞ്ഞ കൊല്ലത്തെ ലാഭം തന്നെ മുൻ വർഷത്തെക്കാട്ടിൽ 60% കൂടുതലാണ്. 1,00,000 കോടിയാ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ആപ്പിൾ എന്ന് പറയുന്ന അവിടുത്തെ കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും ആ ഫോൺ. ഈ പറയുന്നത് പോലെ ഇയാൾ ഈ കമ്പനി ഇവിടുന്ന് മാറ്റി അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാറ്റാനാ തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാറ്റി അമേരിക്കയിൽ കൊണ്ടുവച്ച് മാനുഫാക്ചർ ചെയ്താൽ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറയാം മാനുഫാക്ചറിങ് അവിടെ ആകുമ്പോൾ അവിടെ കൂടുതൽ ജോലി കിട്ടുമെന്ന്. പക്ഷെ അതിന്റെ ചെലവ് ഇപ്പം 1,00,000 രൂപ, അതിന്റെ വില എനിക്ക് കൃത്യം അറിയത്തില്ല. 1,00,000 രൂപയാണ് ആപ്പിൾ എന്ന് വിചാരിച്ചു. അമേരിക്കയിലാണെങ്കിൽ അത് ഇനി അതിന്റെ വില നാട്ടുകാർക്ക് കൊടുക്കാനുള്ള വിലയെന്ന് വരുമ്പോൾ അത് 3,00,000 ആവും, അല്ലെ 2,50,000 ആവും. കാരണം അവിടുത്തെ ശമ്പളം അത്ര വലുപ്പത്തില്ല. അവിടെ ഒരു സാധനം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന അതേ സാധനം അതേ ക്വാളിറ്റിയിൽ അതേ കമ്പനിക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ രണ്ടിടത്തും വെച്ചും അമേരിക്കയിൽ വെച്ച് ഇവിടെ വെച്ച് എടുത്താൽ ഇവിടെ 1,00,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം അവിടെ 2,50,000 രൂപ 3,00,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കണ്ടേ ട്രംപ്? ആ രാജ്യത്ത് വെച്ച് വികസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് വെച്ച് വികസിപ്പിക്കണമെങ്കിൽ അത് വിൽക്കണ്ടേ? അതുപോലെ സപ്ലൈ ചെയിൻ, നമ്മുടെ കൂട്ടുള്ള സപ്ലൈ ചെയിൻ ഉണ്ടോ? അതുപോലെ ഇന്ത്യ മഹാരാജ്യം ഇപ്പൊ ചൈനയെക്കാട്ടി കൂടുതൽ ആളുകളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ വിപണി എന്ന് പറഞ്ഞാൽ വലിയ വിപണി. അതുകൊണ്ടാണല്ലോ ഇപ്പം വരുന്നത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളെ ചൈനയെ മറികടക്കുന്ന രീതിയിൽ മാനുഫാക്ചറിംഗ് രംഗത്തെ അതുപോലെ ഏറ്റവും വലിയ വിപണി ഇതൊക്കെ ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മുടെ കൂടെ ആളുകൾ കൂടുന്നത്. ഒരുപക്ഷെ ട്രംപ് പോലും പിണക്കണ്ട എന്ന് വിചാരിക്കുന്നത്. ട്രംപ് പോലും താരിഫിന്റെ കാര്യത്തിൽ ചൈനയോട് പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് സീറോ താരിഫ് സംസാരിക്കാമെന്ന് പറയുന്നത്. കാരണം വലിയ വിപണിയാണ് ഇവിടെ. ആ വിപണി ഉപയോഗിക്കാനാ നോക്കുന്ന ഓരോ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് യൂറോപ്യൻ കൺട്രീസ് നിൽക്കുന്നത്, നാറ്റോ രാജ്യങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും നിൽക്കുന്നത്. അല്ല നമ്മളോടുള്ള ഇതുവരെ എന്താ സ്നേഹമില്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. പണ്ടും ഇന്ത്യയെ കച്ചവടത്തിനാ വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൂട്ട് ഇവിടെ വന്ന് നമ്മളെ അടിച്ചു നിർത്തിയിട്ട് നമ്മൾ കച്ചവടം ചെയ്യണമെങ്കിൽ എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ട്രംപ് ഒരുപക്ഷെ എല്ലാവർക്കും തോന്നും ട്രംപ് ഇന്ത്യക്ക് ഇട്ടൊരു പണി കൊടുത്തതാണെന്ന് തോന്നുമ്പോൾ പോലും നമ്മുടെ വക്താവ് അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ സംവിധാനം അവിടെ ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ താരിഫിന്റെ കാര്യം സംസാരിക്കാൻ. ഇപ്പൊ താരിഫ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്കാണ് ഇതുവരെ ട്രംപ് തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷെ അമേരിക്ക എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടേ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തുള്ളൂ. ഇദ്ദേഹത്തിന് ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് അവിടെ മാനുഫാക്ചർ ചെയ്യണം എന്ന് പറയാം. പക്ഷേ
ഒരു കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിപരമായിട്ട് ചെയ്യണ്ടേ. അപ്പൊ നിയമസഭയിൽ അദ്ദേഹം ഒരു മുസ്ലിം മന്ത്രി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയതാണെന്ന് പറയും. കാരണം നമ്മൾ ചിലത് എട്ടുകാലി മൂഞ്ഞെന്നൊക്കെ പറയത്തില്ലേ, എന്താണേലും പുള്ളിയാന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിന്റെ ആന പ്രസവിച്ച കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇദ്ദേഹം ഇരുന്ന് നല്ല ഉറക്കത്തിലാണ്. ഒരു മണ്ടനായി, ഈ അത്യാവശ്യം അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങളുള്ള ആരാണ്ട് പുള്ളി ബുദ്ധി അടുത്തിരിക്കുന്നവർക്ക് ഒരു രസമാണല്ലോ, ആരാണ്ട് വിളിച്ചിങ്ങനെ നടത്തി. അപ്പൊ അതിന്റെ ഈ ആന പ്രസവിക്കാനുള്ള കാര്യവും ഇതിന്റെ അച്ഛൻ ആരാന്നുള്ളതും ഒക്കെ വേറെ, അല്ലെങ്കിൽ ഇതിനെ കൂപ്പി കൊണ്ടുപോയിട്ടുള്ളപ്പോഴും ഒക്കെ ഇങ്ങനെ അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ ഞോണ്ടി ഇറങ്ങിയ പുള്ളി പറഞ്ഞ ഇത് പറഞ്ഞ അതിന്റെ കാരണക്കാരൻ ഞാനാണ്, പുള്ളി ചാടി എണീറ്റെന്ന് പറഞ്ഞു. ചാടി എണീറ്റെന്ന് പറഞ്ഞാൽ ആന പ്രസവിച്ച ആ കൊച്ചിന്റെ തന്തയാനെ പറ്റി സംസാരിച്ചിട്ടിരുന്ന എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ കാര്യം. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനകത്ത് വ്യക്തത വരുത്താതെ പല കാര്യത്തിനകത്തും അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ പാകിസ്ഥാന് ഈ പണം കൊടുക്കണ്ട IMF ആണെന്ന് തോന്നുന്നു കൊടുത്തിരുന്നത്. എന്തായാലും വിദേശത്തു നിന്ന് അവരെ സഹായിക്കുന്ന സംവിധാനം ഉണ്ടാകണ്ട എന്ന് ട്രംപിന് പറയാൻ സാധിക്കും. ട്രംപിന് വോട്ടിംഗ് ശതമാനം അവിടെ കൂടെ. ട്രംപ് അവിടെ ചെന്ന് പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇന്ത്യയുടെ താല്പര്യമല്ല സംരക്ഷിച്ചത്. അപ്പൊ ചില കാര്യത്തിനകത്ത് ഇപ്പൊ ഇതിനകത്തും നമുക്ക് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ടോ, ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അല്ലെങ്കിൽ അതുവല്ല ആണോ പറഞ്ഞത്, ഇന്നലെ രാത്രി തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപ് നമ്മളുടെ സുഹൃത്തല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള സംശയമാണ് ആപ്പിളിന്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കണം. താരിഫിന്റെ വിഷയം വെച്ച് ലോകത്തുടനീളമുള്ള മസ്ക് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ കമ്പനി ഇടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയെ കച്ചവടത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ, പല പ്രോജക്റ്റും നമ്മളിലേക്ക് സംസാരിക്കുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇവിടെ ഇന്ത്യയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ പറച്ചിലിനകത്ത് അയാളോട് പറയുന്നെങ്കിലും ലോകത്തെ പല കമ്പനികളോടും പറയുന്നതിന് തുല്യവും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല കമ്പനികളും അതിനകത്ത് പുനരാലോചന എന്നുള്ള രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പം എങ്ങനെയാകും എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല. ട്രംപിന്റെ പറച്ചിൽ പലപ്പോഴും ഇപ്പൊ തന്നെ താരിഫിന്റെ കാര്യം ചൈനയായിട്ട് താരിഫ് ഏർപ്പെടുത്തി, ഇപ്പൊ ചൈനയായിട്ട് 90 ദിവസത്തേക്ക് മാറ്റി വെച്ചു. ബാക്കി ലോക രാജ്യങ്ങളെ മൊത്തം മാറ്റി വെച്ചു. ഇദ്ദേഹത്തിന് ഒരു ആർത്തിയാണ്, ബുദ്ധിയുണ്ട്, ബിസിനസ്സുകാരന്റെ ബുദ്ധിയൊക്കെ ആർത്തിയാണ്. പക്ഷെ ഇപ്പം പുള്ളി ലോക പോലീസ് കൂടുതൽ കളിച്ചാൽ പണ്ടത്തെ കൂട്ടി ലോക പോലീസ് കളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഉടക്കുന്ന കണ്ടിട്ടില്ല ഇവരുമായിട്ട്. യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളായിട്ടുള്ള ഫ്രാൻസ് ഒക്കെ ഉടക്കാണ്. പല രാജ്യങ്ങളും ഉടക്കി നിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നതിന്റെ അർത്ഥം എന്തോ, ഉടക്കിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹം ഇപ്പോഴാണല്ലോ ആപ്പിൾ കമ്പനി എടുത്ത് പറഞ്ഞേ ഒന്ന് നിന്നാട്ട് ആലോചിച്ചാട്ട് നോക്കിയത്. നമ്മൾ ഇവിടുന്ന് എങ്ങനെയാ പോയെന്ന് നമ്മൾ ബിസിനസ് ചർച്ച ചെയ്യാനാ പോയത്. മാനുഫാക്ചറിങ് താരിഫിന്റെ കാര്യം ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യാൻ അമേരിക്കയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയപ്പോൾ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് പറയുമ്പോഴും ഫ്രാൻസിലും മറ്റ് അനുബന്ധമായിട്ടുള്ള ചില യൂറോപ്യൻ കൺട്രീസിലും അദ്ദേഹത്തിന്റെ ശത്രുവായിട്ട് നിർത്തിയെന്ന് വേണ്ട രീതിയിലുള്ള കരാറുകൾ ഒപ്പിട്ട് നാളെ നമ്മുടെ താരിഫിന് നമുക്ക് ഗുണമല്ലാത്ത രീതിയിൽ വന്നാൽ അതിനെ മറികടക്കത്തക്ക രീതിയിലേക്കുള്ള താരിഫും അല്ലെങ്കിൽ വിദേശ നയവും ഒക്കെ രൂപപ്പെടുത്തിയിട്ടാണ് അന്ന് അമേരിക്കയിൽ പോയത്. അപ്പം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ട്രംപിനെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനും ദേഹമ്പത്വം ബുദ്ധിയുള്ളതും നമ്മൾ പലരെയും പറയുന്നത് പോലുള്ള പ്രധാനമന്ത്രിയൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ട്രംപ് അല്ല ആര് കിടന്ന് ചാടിയാലും പുള്ളി അത് നല്ല മെയ്വഴക്കത്തിൽ കാര്യങ്ങൾ നടത്തും. പേടിപ്പിച്ചാൽ പേടിക്കുന്ന സാഹചര്യമില്ല. പേടിപ്പിക്കാനുള്ള കാര്യം നേരത്തെ പോലെ ഉണ്ടാവാനുള്ള സാഹചര്യവും ഇപ്പം ഇല്ല. ഏതായാലും ട്രംപ് വിട പറയുന്നോ, അല്ലെങ്കിൽ വിട പറയുന്നു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ട്രംപ് ഇന്ത്യയോട് അകലം പാലിക്കുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോ നമ്മുടെ സംശയം മാത്രമാണ്? ഏതായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതല്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്കിനെ വിളിച്ച് ട്രംപ് പറയുമ്പോൾ ബാക്കിയാവുന്നത് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 3 ചോദ്യങ്ങളാണ്. ആദ്യത്തേത് ട്രംപിന്റെ ഭീഷണിക്ക് ആപ്പിളും ടിം കുക്കും വഴങ്ങുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഐഫോണുകളുടെ നിർമ്മാണ യൂണിറ്റ് വിപുലീകരണം ഇന്ത്യയിൽ നിന്ന് ആപ്പിൾ പിൻവലിക്കുമോ എന്നുള്ളതാണ്. മറ്റൊന്നാണ് അതിപ്രസക്തമായ ഒന്ന്, ഇന്ത്യയിൽ നിന്നും ട്രംപ് അകലം പാലിക്കുകയാണോ എന്നുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.